ആസിഫ് അലി വിഷയത്തിൽ ആസിഫ് അലി പരസ്യമായി അപമാനിക്കപ്പെട്ടു. സത്യമാണ്, ആസിഫ് അലി അപമാനിതനായി പോയി എന്നുള്ള സത്യമാണ്, അതിലൊരു തർക്കവുമില്ല. പക്ഷേ ഈ വിഷയത്തിൽ വേറൊരു വിഷയമുണ്ട്. ഈ സിനിമയുടെ MDയുടെ മനോരഥങ്ങൾ എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമായി വരുന്ന മുഴുവൻ ക്രൂ മെമ്പേഴ്സിനെയും ഒരു വേദിയിൽ വെച്ച് മെമൻറ്റോ നൽകി ആദരിച്ചപ്പോൾ അതിലെ പ്രധാനിയായ ഏറ്റവും വലിയ ലെജൻഡിൽ പ്രധാനികളിൽ ഒരാളായ ഈ രമേശ് നാരായണനെ എന്തുകൊണ്ട് വേദിയിൽ വെച്ച് ഒരു മെമൻറ്റോ നൽകാൻ ഈ സംഘാടകർ തയ്യാറായില്ല എന്നുള്ളത് സംഘാടകരുടെ ഏറ്റവും വലിയ പോരായ്മയും ഈ വിഷയത്തിനൊക്കെ പ്രധാന കാരണക്കാർ സംഘാടകരാണ് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം അല്ലേ? MD വാസുദേവൻ നായരുടെ മനോരഥങ്ങൾ എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിലുള്ള സിനിമയുടെ ട്രെയിലറിൽ ആ പ്രോഗ്രാമിൽ വെച്ച് ആ സിനിമയ്ക്ക് ആവശ്യമായ എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും ആദരിച്ചപ്പോൾ എന്തുകൊണ്ട് പ്രസിദ്ധനായ രമേശ് നാരായണനെ മറന്നുപോയി? സംഘാടകർ ഉത്തരം തരണം.